നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. ഓരോ ലിസ്റ്റുകളും വന്നു തുടങ്ങിയിരിക്കുന്നു അല്ലേ. PSC തുടർച്ചയായിട്ട് ഓരോ ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. LGSൻ്റെ റിസൾട്ട് വന്നു, LDCയുടെ മെയിൻ ലിസ്റ്റ് വന്നു, LGSൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു, ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അങ്ങനെ പല ലിസ്റ്റുകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. അതിലേറെ പേർ സങ്കടത്തിലും വിഷമത്തിലും നിരാശയിലുമൊക്കെയാണ് അല്ലേ. നിങ്ങളിതിൽ ഏത് അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? സന്തോഷത്തിലുള്ളവരുടെ കൂട്ടത്തിലാണോ, അതോ സങ്കടത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിലോ, അതോ നിരാശയിലാവരുടെ കൂട്ടത്തിലോ? അങ്ങനെ ആരുടെ കൂട്ടത്തിലാണെങ്കിലും ഇനി മുതൽ നിരാശപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇത്രയും നാൾ പരീക്ഷകൾ നടന്നു, ഇത്രയും നാൾ നമുക്കൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് വേണം ആലോചിക്കാൻ. എന്തുകൊണ്ട് നമുക്കൊരു ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുന്നില്ല? ഇത്രയും നന്നായി ഞാൻ പഠിച്ചിട്ടും, ഇത്രയും വർഷങ്ങളായി ഞാൻ പഠിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കൊരു ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുന്നില്ല? ഒരു ജോലി കിട്ടുന്ന റാങ്കിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വേഗം തന്നെ ചിന്തിച്ചു തുടങ്ങിക്കോളൂ. ആദ്യം തന്നെ മനസ്സിലാക്കുക, PSC പഠനം ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സല്ല. ഓക്കെ, നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സല്ല. നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് നമ്മളൊരു PSC ഉദ്യോഗാർത്ഥിയായി മാറുക എന്നുള്ളത്. ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ചവിട്ടുപടി, അതാണ് നമ്മുടെ PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ വർഷങ്ങളായി ഒരു PSC ഉദ്യോഗാർത്ഥിയാണ്. ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ 5 വർഷമാണ് ഞാൻ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾ ഇന്നലെ വന്ന ആളല്ലേ. അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? 5 വർഷമായിട്ടും ഞാൻ ഈ സ്ഥാപനത്തിലെ ഉദ്യോഗാർത്ഥിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, വിദ്യാർത്ഥിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാനൊരു ഉദ്യോഗസ്ഥനായി മാറിയില്ല? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ എനിക്കൊപ്പം ഇരുന്നവർ ഒരു ഉദ്യോഗസ്ഥനായി, ഞാൻ ഇപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിയായി തന്നെ തുടരുന്നു? അതെ, അങ്ങനെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ല. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്ക് ചുറ്റുമുള്ളവർ ഒരുക്കി തരികില്ല. നമ്മൾ സ്വയം കണ്ടെത്തണം. അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു ജോലി അത്യാവശ്യമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജോലി അത്യാവശ്യമായിട്ടുള്ളവർക്ക് മാത്രമേ ഈ സാഹചര്യങ്ങളും സമയവും ഒക്കെ സ്വന്തമായി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു ജോലി, വെറും ഒരു ജോലി, എനിക്കൊരു ജോലി വേണം, അതൊരു ഗവൺമെൻറ് ജോലിയായത് നല്ലത് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കുള്ള സാഹചര്യങ്ങളും ചുറ്റുമുള്ളവർ ഒരുക്കിത്തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പരീക്ഷയാകട്ടെ, അന്ന് എനിക്ക് നല്ല സാഹചര്യങ്ങളുണ്ടാവും പഠിക്കാൻ. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു കിട്ടുകയില്ല. നമ്മളായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനായിട്ടുള്ള സമയം കണ്ടെത്തേണ്ടത്, അതിനായിട്ട് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടത്, പലതും ത്യജിക്കേണ്ടി വരുന്നത്, പലരുടെയും ദുർമുഖം കാണേണ്ടി വരുന്നത്, കുടുംബം, കുട്ടികൾ, പ്രാരാബ്ദങ്ങൾ, ഇവയ്ക്കിടയിൽ എങ്ങനെ ഞാൻ പഠിക്കും? ഈ ചിന്ത കൂടുതലും വരുന്നത് സ്ത്രീകൾക്കാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെന്ന് പറയാം അല്ലേ. ഒരു സ്ഥാപനത്തിൽ 50 പേർ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ 40 പേരും പെൺകുട്ടികളായിരിക്കും. 10 പേർ മാത്രമേ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ വരികയുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്? കൂടുതലും ചിലപ്പോൾ അവരെ പ്രൈവറ്റ് ജോലിക്ക് പോകാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം. ഒരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്ന മിക്ക പെൺകുട്ടികളുടെയും വീടുകളിൽ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അവർക്കൊരു ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്നു. അതിൻ്റെ വ്യത്യാസം അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ കോവിഡിന് ശേഷമായിരിക്കാം ഒരു ഗവൺമെൻറ് ജോലിക്ക് ഇത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയ സമയം മുതലാണ് മിക്ക പരീക്ഷകളുടെയും കട്ട് ഓഫുകൾ ഉയർന്നതും ചോദ്യപേപ്പറുകളുടെ പാറ്റേണുകൾ മാറി തുടങ്ങിയതും. PSCക്ക് തന്നെ കഴിയുന്നില്ല ഇതിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന്. ആ രീതിയിൽ എല്ലാ കുട്ടികളും ഹൈ മാർക്ക് സ്കോർ ചെയ്ത് തുടങ്ങിയ സമയത്ത് PSC തൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റി. പാറ്റേൺ മാറ്റി പിടിച്ചില്ലെങ്കിൽ എല്ലാവർക്കും 100 കിട്ടിയാൽ പിന്നെ ആർക്ക് ജോലി കൊടുക്കും PSC? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് PSC പാറ്റേൺ മാറ്റി തുടങ്ങിയത്, പരീക്ഷകൾ കൂടുതൽ കഠിനമാക്കി തുടങ്ങിയത്. നമ്മളൊരു 10 വർഷം മുമ്പുള്ള ഒരു ചോദ്യപേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു +2 ലെവൽ പരീക്ഷയുടെയോ LD ലെവൽ പരീക്ഷയുടെയോ തന്നെ ഒരു ചോദ്യപേപ്പർ 10 വർഷം മുൻപത്തെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ആ ഒരു ചോദ്യപേപ്പർ വായിക്കുന്ന നമുക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് അതിൽ 95% ചോദ്യങ്ങളുടെയും ഉത്തരം മനസ്സിലാകും.
അന്നത്തെ കറണ്ട് അഫെയറുകൾ ഒഴികെയുള്ള GK പാർട്ടിലുള്ള 95% ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് കൃത്യമായിട്ടറിയാം. ആ ഉത്തരങ്ങളിൽ, ആ ഓപ്ഷനുകളിൽ നമുക്കൊരു കൺഫ്യൂഷനുമില്ല. എന്നാൽ ഇന്നത്തെ ഒരു LD പേപ്പറോ അല്ലെങ്കിൽ LD ലെവൽ എക്സാമോ അല്ലെങ്കിൽ 10th ലെവൽ എക്സാമോ +2 ലെവൽ എക്സാമോ ഒക്കെ എടുത്ത് നോക്കിയാലോ എന്താണ് നമ്മുടെ അവസ്ഥ അല്ലേ? അപ്പോൾ കോമ്പറ്റീഷൻ കൂടിയപ്പോൾ പാറ്റേണും മാറി, കുട്ടികളുടെ പഠന നിലവാരം കൂടി, കുട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൻ്റെ സമയവും അതിൻ്റെ ആത്മാർത്ഥതയും ഒരു ജോലിയോടുള്ള ആഗ്രഹവും ആവേശവും എല്ലാം കൂടി. ഇനിയും മടിച്ചിരിക്കാതെ, മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാതെ, സ്വന്തമായൊരു ജോലി എനിക്ക് അത്യാവശ്യമാണ് എന്ന ഒരു ബോധത്തോടു കൂടി എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇനിയും പരീക്ഷകൾ വരുന്നുണ്ട്. ഒരു LGS കൊണ്ടോ ഒരു LDC കൊണ്ടോ പരീക്ഷകൾ അവസാനിക്കുന്നില്ല. ഉടനെ തന്നെ അടുത്ത LGSും LDC ഒക്കെ വിളിക്കുകയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? അതോ ഇപ്പോഴും LGSൻ്റെയും LDCയുടെയും എക്സൈസ് ഓഫീസറുടെ ഒക്കെ ഹാങ് ഓവറിലിരിക്കുവാണോ? ലിസ്റ്റ് വന്നിട്ടും ഞാനതിലില്ല എന്ന ഹാങ് ഓവറിലിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പല ഉദ്യോഗാർത്ഥികളുടെയും ചിന്ത PSC വേക്കൻസികൾ വെട്ടിച്ചുരുക്കുന്നു, തസ്തികകൾ ഇല്ലാതാക്കുന്നു, പിൻവാതിൽ നിയമനം നടത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളാണ് എല്ലാവർക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തസ്തികയിലെ ഒരു വേക്കൻസി പോരെ ഒരു ജോലി കിട്ടാൻ? എന്തിനാണ് വെട്ടിച്ചുരുക്കുന്ന തസ്തികളെക്കുറിച്ചും ഇല്ലാതാക്കുന്ന തസ്തികകളെക്കുറിച്ചും പിൻവാതിൽ നിയമനത്തെക്കുറിച്ചുമൊക്കെ ആലോചിച്ചിങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്? ഇത്രയും ചിന്തിച്ചാൽ മതി. എനിക്ക് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. എനിക്കതിന് ഒരൊറ്റ വേക്കൻസി മതി. അങ്ങനെ ചിന്തിച്ച് പഠിക്കൂ. വേക്കൻസികൾ 100, 150, 200, 10 ആയിക്കൊള്ളട്ടെ. അതിലൊരാളാവാൻ എനിക്ക് കഴിഞ്ഞാൽ PSC എന്നെ തേടി വരും. എൻ്റെ വീട്ടിലേക്ക് അഡ്വൈസ് മെമ്മോയും അപ്പോയിൻമെൻറ്റ് ഓർഡറും വരും. എനിക്ക് PSCയുടെ പിറകെ പോകേണ്ടി വരില്ല. ഒരു ജോലി കിട്ടുന്നത് വരെ നമ്മൾ പരീക്ഷ എഴുതി നമ്മളൊരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് PSCയുടെ പിറകെ നടക്കേണ്ട കാര്യമില്ല. അവർ നമ്മുടെ മുന്നിലേക്കാണ് വരുന്നത്. അങ്ങനൊരു ദിവസം സ്വപ്നം കാണൂ. നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ രക്ഷകർത്താക്കളുടെ മുന്നിലേക്ക്, നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നിലേക്ക്, നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് അഡ്വൈസ് മെമ്മോയുമായിട്ട് ഒരാൾ കടന്നു വരുന്നു. എന്തായിരിക്കും ആ വീട്ടിലെ അന്തരീക്ഷം അപ്പോൾ? എന്ത് സന്തോഷമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക്? അവരെക്കാൾ ഉപരി നിങ്ങളുടെ അഭിമാനപൂർവമായ നിമിഷം നിങ്ങൾ എന്നും ഓർത്ത് നിൽക്കില്ലേ? അതൊന്ന് ഇപ്പോഴേ ചിന്തിച്ചു നോക്കൂ. കല്യാണങ്ങൾക്കും വിരുന്നുകൾക്കും മറ്റാഘോഷങ്ങൾക്കും എല്ലാം അവധി കൊടുത്ത് സദാ പഠിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങൾ സമയം കണ്ടെത്തൂ. വീട്ടുകാര്യങ്ങളെല്ലാം വേഗം ഒതുക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എല്ലാവരെയും ഒന്ന് ഒതുക്കി നിർത്തി, കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി നിങ്ങൾ പഠനം തുടങ്ങൂ. നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ അതാണ് ഇനി മാർഗം. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം 1-2 വർഷത്തേക്കൊന്ന് കുറഞ്ഞു പോയെന്ന് വരാം, മാർക്കുകൾ കുറഞ്ഞെന്ന് വരാം, പലരും കളിയാക്കിയെന്നും വരാം. എങ്കിലും നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അവിടെ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിച്ച് ഒരു PSC ഉദ്യോഗാർത്ഥി ആയിട്ട് പോലും നിങ്ങൾ സ്വയം പഠനത്തിനായി സമയം കണ്ടെത്താതെ ഇരുന്നാൽ ആർക്കാണതിൽ നഷ്ടം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായാലും പഠിച്ച് മുന്നേറും. അവർ ചിലപ്പോൾ 3-ലോ 4-ലോ 5-ലോ അല്ലെങ്കിൽ 10-ലോ ആയിക്കൊള്ളട്ടെ. അവരുടെ ഭാവി മുന്നേറാൻ 2 വർഷം കഴിയുമ്പോൾ അതിന് ശേഷമുള്ളൊരു 3-4 മാസം മതി അവരെ തിരിച്ചു പിടിക്കാനായിട്ട്. നിങ്ങളുടെയോ ഈ 2 വർഷം കടന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു പക്ഷേ അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അമ്മയ്ക്ക് പഠിച്ചൊരു ജോലി വാങ്ങിക്കൂടായിരുന്നോ എന്ന് മക്കൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം ചിലവഴിച്ചതെന്ന് അവരോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവരത് ചിന്തിക്കുക കൂടിയില്ല. നമ്മൾ ആർക്ക് വേണ്ടി സമയം ഇപ്പോൾ കണ്ടെത്തിയാലും PSC ഉദ്യോഗാർത്ഥിയായി നിങ്ങൾ ഒരു സമയം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വയ്ക്കാതെ അതിനൊപ്പം നിന്ന് കഴിഞ്ഞാലും ഒരു ലിസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രാം റാങ്കാണ്, ജോലി കിട്ടുമോ എന്നേ ചോദിക്കുകയുള്ളൂ. അല്ലാതെ കഴിഞ്ഞു പോയ ആ സമയത്തോ നിനക്ക് അന്ന് ആ കഷ്ടപ്പാടായിരുന്നല്ലേ, അതുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാതിരുന്നത്, നിനക്ക് അന്ന് ആ സാഹചര്യമായിരുന്നല്ലേ, നിൻ്റെ വീട്ടിലന്ന് കല്യാണമായിരുന്നില്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല. അതൊന്നും ആരും ഓർക്കുകയുമില്ല. ആ സംഭവങ്ങളൊക്കെ എല്ലാവരും മറക്കും. ആകെ ചോദിക്കുന്നത് നിനക്ക് ജോലി കിട്ടിയോ, നിനക്ക് ജോലി കിട്ടുമോ, നിനക്ക് എത്രാം റാങ്കാണ് എന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത്. എത്ര നാളായി PSC പഠിക്കുന്നു, ഇതുവരെയും ജോലിയായില്ലേ? ഇത്തരം ചോദ്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൾ നല്ല രീതിയിലാണ് പഠിക്കുന്നത്, അവൾ എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്നുണ്ട്, അവൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? എന്നാൽ ജോലി കിട്ടുന്നില്ല, അതെന്തുകൊണ്ടോ എന്തോ. അങ്ങനെ ആരും ചോദിക്കില്ല നമ്മളോട്. അവൾ എന്നും ക്ലാസ്സിന് പോകുന്നുണ്ടല്ലോ, പക്ഷേ എന്താ ജോലി കിട്ടാത്തത്? നെഗറ്റീവ് മൈൻഡിലേ എല്ലാവരും ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഞാനിവിടെ എല്ലാത്തിലും സ്ത്രീ ശബ്ദം ഉപയോഗിക്കുന്നത് കൂടുതലും പെൺകുട്ടികളാണ് ഇത്തരം ചോദ്യങ്ങളും ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്നത്. അതുകൊണ്ട് പെൺകുട്ടികൾ ഉറപ്പായും കാണുക.
നമുക്ക് സ്വന്തം കാലിലൊരു വരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വന്തം നിലയിലൊരു വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായി കഠിനമായി പ്രയത്നിക്കുക. ഈ ചാനലിലൂടെ PSC സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ, 10th ലെവൽ പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമൊക്കെ അവൈലബിൾ ആണ്. വളരെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തു പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനലിലൂടെയുള്ള ക്ലാസ്സുകൾ കാണാം. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിച്ച് ഒരു ജോലി നേടിയെടുക്കാനായി ശ്രമിക്കുക. കുടുംബത്തെ സുരക്ഷിതമാക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ ഒരു വിലയുണ്ടാകണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിനുള്ളിലും കുടുംബത്തിനുള്ളിലുമൊക്കെ ഒരു സ്ഥാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പഠിച്ചു തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.